ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിൻ്റെയും GKയുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ ജിയോഗ്രഫിയുടെ 4 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ ഉത്തരപർവ്വത മേഖല, ചുരങ്ങൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളാണ്. ഹിമാലയൻ നദിയിലെ സിന്ധു നദിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ത്യയിൽ 2 തരത്തിലുള്ള നദികളാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ എത്ര ടൈപ്പ് നദികളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 തരത്തിലുള്ള നദികളാണ്. ഒന്ന് ഹിമാലയൻ നദി, രണ്ടാമത്തേത് ഏതാണ്? ഉപദ്വീപീയൻ നദി. അപ്പൊ ഇന്ത്യയിൽ 2 തരത്തിലുള്ള നദികളാണുള്ളത്. ഹിമാലയൻ നദിയും ഉപദ്വീപീയ നദിയും. അതിലെ ഹിമാലയൻ നദികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കാം. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ. അത് ഓർത്ത് വെക്കാനായിട്ട് ഒരു കോഡ് പറയാം. ബ്രഹ്മപുത്ര എന്നുള്ളതിൻ്റെ B, സിന്ധു നദിയുടെ പഴയ പേരാണ് ഇൻഡസ്. ഇൻഡസിന്റെ I എടുക്കാം, ഗംഗയുടെ Gയും എടുക്കാം. അപ്പോൾ ബിഗ് എന്ന് ഓർത്തിരിക്കാം. എന്താണ്? ബിഗ്. കോഡ് ഓർത്തിരിക്കാം. ഹിമാലയൻ നദികളുടെ കോഡാണ് ബിഗ്. അപ്പോൾ ബ്രഹ്മപുത്ര, ഇൻഡസ് അഥവാ സിന്ധു, ഗംഗ, ഇത് 3മാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അതിലെ സിന്ധു നദിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആണല്ലോ. അപ്പോൾ സിന്ധു നദിയുടെ ഇവിടെ നോക്കാം. ഇവിടെ ഒരു പിക്ചറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് സിന്ധു നദി കേട്ടോ. ഈ മേലെ വരച്ചിരിക്കുന്ന ഈ വലിയ നദിയാണ് എന്ത്? സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് രാജ്യം? ഏറ്റവും വലിയ രാജ്യമായ ചൈന, അല്ലെ? ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റ്. ഇവിടെ എവിടെയാണ്? ടിബറ്റ് ആണ്. ടിബറ്റിലെ മാനസ് സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ചൈനയിലെ അല്ലെങ്കിൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ്. പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ആണല്ലോ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സിന്ധു നദി ഉത്ഭവിച്ച ഇങ്ങനെ ഒഴുകി ഇവിടെയാണ് ഇന്ത്യ, അല്ലെ? ഇന്ത്യയിലോട്ട് കടക്കുന്നത് ലഡാക്കിലൂടെയാണ്. ഇന്ത്യയിലോട്ട് കടക്കുന്നത് ഏതിലൂടെയാണ്? ലഡാക്കിലൂടെയാണ്. ലഡാക്കിലൂടെയാണ് കടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടും. എന്താണ്? സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ് എന്ത്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്കാണ്. അപ്പൊ സിന്ധു നദി ഇന്ത്യയിലോട്ട് കടക്കുന്നത് ലഡാക്കാണ്. അതുപോലെ തന്നെ സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇനി ഈ സിന്ധു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ ലഡാക്കിലെ ലേ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ ചുറ്റിയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. അപ്പൊ സിന്ധു നദി ചുറ്റി ഒഴുകുന്ന പട്ടണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലേ ആണ്. ഏതാണ് പട്ടണം? ലേ. ലേ എന്ന് പറയുന്ന പട്ടണത്തെ ചുറ്റിയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. ആണല്ലോ. അപ്പൊ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു ലഡാക്കിലൂടെ എങ്ങോട്ട് കടക്കും? ലഡാക്കിലൂടെ ഇന്ത്യയിലോട്ട് കടക്കും. സോ സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിലെ എന്താണ്? സിന്ധു നദി ചുറ്റി ഒഴുകുന്ന പട്ടണമാണ് ലേ എന്ന് പറയുന്നത്. ആണല്ലോ. ദെൻ ഇന്ത്യയിലൂടെ എങ്ങനെ ഒഴുകി എങ്ങോട്ട് കടക്കുന്നു? പാകിസ്ഥാൻ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏതാണ് രാജ്യം? പാകിസ്ഥാൻ. പാകിസ്ഥാനിലോട്ടാണ് ഒഴുകി വരുന്നത്. ദെൻ അങ്ങനെ വന്നിട്ട് എവിടെയാണ് പതിക്കുന്നത്? സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അപ്പൊ വേറൊരു ചോദ്യം കിട്ടി. എന്താണ്? അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധു നദിയാണ്. ബാക്കിയുള്ള ബ്രഹ്മപുത്ര അതുപോലെ തന്നെ ഗംഗയൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. അതുപോലെ തന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്?
സിന്ധു നദിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിച്ച് ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ പാകിസ്ഥാൻ വഴി ഇങ്ങനെ വന്ന് അറബിക്കടലിൽ പതിക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ, ഒന്ന് ഇവിടെ ടിബറ്റ് അല്ലേ, അപ്പം അതായത് ചൈന, ദെൻ ഇന്ത്യയിലോട്ട് കടക്കും ഇന്ത്യ, ദെൻ ഏതാണ് പാകിസ്ഥാൻ. അപ്പോൾ 3 രാജ്യങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. ഓക്കെ ആണല്ലോ. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 ആണ്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ഓക്കെ, ഈ ചിത്രം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ചിത്രത്തിലൂടെ ജസ്റ്റ് ഒരു തവണ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. വളരെ എളുപ്പമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, നമ്മൾ പറഞ്ഞു ടിബറ്റ് അല്ലെ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് എവിടെയാണ്? നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. ഇവിടെ നോക്കാം, ചൈനയുടെ ഭാഗം നോക്കാം, ഇന്ത്യയുടെ ഭാഗം നോക്കാം, പാകിസ്ഥാന്റെ ഭാഗം നോക്കാം. ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത് ഏതിലൂടെയാണ്? പാകിസ്ഥാനിലൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി, പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സിന്ധു നദിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ പാകിസ്ഥാന്റെ ജീവരേഖ, പാകിസ്ഥാനിലെ ദേശീയ നദി, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി, പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? സിന്ധു നദിയാണ്. ഓക്കെ ആണല്ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാന്റെ ജീവരേഖയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാന്റെ ജീവരേഖ, ദേശീയ നദി, ഏറ്റവും വലിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് പാകിസ്ഥാനിലൂടെയാണ് ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു 3 രാജ്യങ്ങളിലായിട്ടാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 രാജ്യങ്ങളിലൂടെയായി ഒഴുകുന്ന സിന്ധു നദിയുടെ ആകെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 3180 കിലോമീറ്റർ അഥവാ 3200 കിലോമീറ്റർ ആണ്. 3180 അല്ലെങ്കിൽ ചിലതിൽ 3200 കിലോമീറ്റർ എന്ന് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് എന്ത്? സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത്. ചില ബുക്കുകളിൽ 2880 എന്ന് കാണാനായിട്ട് പറ്റും. അത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ചിലപ്പോൾ 2880 എന്ന് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. 2880 ഇതും കൂടെ തരുവാണെങ്കിൽ ഇതാണ് ശരിയായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചില ബുക്കുകളിൽ ഇത് കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ഒറിജിനൽ എത്രയാണ്? 3180 അല്ലെങ്കിൽ 3200 കിലോമീറ്റർ എന്നുള്ളതാണ് സിന്ധു നദിയുടെ മൊത്തം നീളം. ഓക്കെ ആണല്ലോ. 3 രാജ്യങ്ങളിലൂടെയായി ഒഴുകുന്ന നീളമാണ് 3180 കിലോമീറ്റർ. ഇനി ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നീളം ചോദിച്ചാൽ, സിന്ധു നദി ഇത്രയും ഭാഗം അല്ലേ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഈ നീളം ചോദിച്ചാൽ 709 കിലോമീറ്റർ ആണ്. എത്രയാണ്? 709 കിലോമീറ്റർ ആണ് സിന്ധു നദി ഏതിലൂടെ ഒഴുകുന്നത്? ഇന്ത്യയിലൂടെ. അപ്പൊ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 709 കിലോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. സിന്ധുവിന്റെ പ്രധാനപ്പെട്ട 5 പോഷക നദികളാണുള്ളത്. ആ നദികൾ പഠിച്ചു വെക്കാനുള്ള ഒരു കോഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു. ഇത് എല്ലാവർക്കും അറിയുന്ന കോഡായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ. സിന്ധുവിന്റെ മകൻ രവി BSc ജയിച്ചു. ഓക്കെ ആണല്ലോ. ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ഇതിൽ സിന്ധുവിന്റെ എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സിന്ധു നദിയുടെ പോഷക നദികളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മകൻ രവി, രവി എന്ന് പറയുന്നത് ഏതാണ്? രവി തന്നെ. ദെൻ ബി എന്ന് പറയുന്നത് ബിയാസ് ആണ്. ഏതാണ്? ബിയാസ്. ദെൻ എസ് എന്ന് പറയുന്നത് സത്ലജ്, സത്ലജ്. ദെൻ സി എന്ന് പറയുന്നത് ചിനാബ്, ചിനാബ്. ജ എന്ന് പറയുന്നത് ജലമാണ്, ജലം. ഓക്കെ ആണല്ലോ. രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ജലം. ഇത് 5 എണ്ണമാണ് എന്ത്? സിന്ധുവിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ ആണല്ലോ. രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ജലം. ഈ 5 പോഷക നദികളാണ് സിന്ധുവിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കോഡ് ഉപയോഗിച്ചിട്ട് അത് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ സിന്ധുവിന്റെ ഒരു 2-3 പോയിന്റ്സ് പറയാൻ വിട്ടുപോയി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആര്?
സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ആരാണ്? സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സിന്ധു നദി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് ഏത്? സിന്ധു നദി. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കൂടിയാണ് ആര്? സിന്ധു നദി. ഈ 3 പോയിന്റ്സും കൂടെ ഓർത്തിരിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് ആര്? സിന്ധു നദി. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിച്ചിരിക്കുക. രവി, ബിയാസ്, സത്ലജ്, ചിനാബ്, ഝലം. ഇത് 5ഉമാണ് പോഷക നദികൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? നമുക്കറിയാം, ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒപ്പുവെച്ച, ഇന്ത്യയിൽ നിന്നും ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ നിന്നും ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മുഹമ്മദ് അയൂബ് ഖാൻ. മുഹമ്മദ് അയൂബ് ഖാൻ. ഓക്കെ, ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് എന്ത്? സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. ആരുടെ മധ്യസ്ഥതയിലാണ്? മധ്യസ്ഥത എന്ന് ചോദിച്ചാൽ ലോക ബാങ്ക്. ഓക്കെ, ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയിൽ നിന്നും ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിൽ നിന്നും മുഹമ്മദ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ. ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ഓർത്ത് വെക്കണം. 1960 സെപ്റ്റംബർ 19 ഓക്കെ, 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഒപ്പുവെക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ് ഒപ്പുവെക്കുന്നത്. ആരുടെ മധ്യസ്ഥതയിലാണ്? ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ. ഓക്കെ, ഈ കരാർ പ്രകാരം, സിന്ധു നദീജല കരാർ പ്രകാരം 20% ജലം മാത്രമാണ് ആർക്ക് അവകാശപ്പെട്ടത്? ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. 20% ജലം മാത്രമാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. നമ്മൾ പഠിച്ചു എന്ത്? സിന്ധു നദിയുടെ 5 പോഷക നദികൾ പഠിച്ചു. ഇതിലെ രവി, ബിയാസ്, സത്ലജ്, ഈ 3 നദികളാണ് ആർക്ക് അവകാശപ്പെട്ടത്? ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. ഓക്കെ, ഇന്ത്യക്ക് അവകാശപ്പെട്ടിട്ടുള്ള 20% ജലം എന്ന് പറയുന്നത് ഈ 3 നദിയിൽ നിന്നുള്ളതാണ്. ഓക്കെ, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്ന നദികളിൽ നിന്നാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം 20%. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള ചിനാബ്, ഝലം, പിന്നെ മെയിൻ നദിയായിട്ടുള്ള സിന്ധു നദിയും ആർക്ക് അവകാശപ്പെട്ടതാണ്? പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, പാകിസ്ഥാന്റെ ജീവരേഖ, പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സിന്ധു നദിയാണ്. അതുകൊണ്ട് തന്നെ സിന്ധു നദി ആർക്ക് അവകാശപ്പെട്ടതാണ്? പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചിനാബ്, ഝലം, ഈ 3 നദികളും പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ഇന്ത്യക്ക് അവകാശപ്പെട്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ് എന്നീ 3 നദികളാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിന്ധു നദിയെക്കുറിച്ച് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സിന്ധു നദിയുടെ ഉത്ഭവം മുതൽ പറയാം. എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ദെൻ എങ്ങോട്ട് കടന്നു? നമ്മൾ ലഡാക്കിലൂടെ ഇന്ത്യയിലോട്ട് കടന്നെന്ന് പറഞ്ഞു. അപ്പൊ ലഡാക്കിലൂടെ കടക്കുമ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്താണ്? സിന്ധു നദി ഒഴുകുന്ന ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അവിടുത്തെ പട്ടണം ഏതാണ് പറഞ്ഞത്? ലേ അല്ലെ. ലേ എന്ന് പറയുന്ന പട്ടണത്തെ ചുറ്റിയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദി എവിടെ ചെന്നാണ് പതിക്കുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി, അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ചോദിച്ചാൽ ആരാണ്? സിന്ധു നദിയാണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം 3 അല്ലെ. അപ്പൊ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിലൂടെയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദിയുടെ മൊത്തം നീളം 3180 കിലോമീറ്റർ അഥവാ 3200 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചാൽ എത്രയായിരുന്നു?
9 കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഗിരികന്ധരങ്ങൾ അല്ലെ, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ്, ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി എന്ന് പറഞ്ഞു. ദെൻ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ 5 എണ്ണമാണ് പഠിച്ചിരിക്കണം. ദെൻ സിന്ധു നദീജല കരാറ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1960 സെപ്റ്റംബർ 19 ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാറ്. സിന്ധു നദീജല കരാറ് പ്രകാരം ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം എത്രയാണ്? 20% ജലമാണ് രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? സിന്ധു നദിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ആണല്ലോ, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.